നമ്മൾ വായിക്കുന്ന, നമ്മൾ ഓതുന്നതിൻ്റെ അതിനെക്കുറിച്ച് ധാരാളമായി ആലോചിക്കുക, അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിക്കുക. അതുകൊണ്ട് നമ്മളിങ്ങനെ ഖുർആൻ ഓതുമ്പോൾ നമ്മളുടെ മനസ്സ് അതിനോടൊപ്പം ഇല്ല എന്ന് തോന്നിയാൽ അത് വീണ്ടും പാരായണം ചെയ്യണം എന്നാണ്. കാരണം അത് അതിനോടുള്ള ഒരു അദബാണ്. കാരണം നമ്മളുടെ ഹൃദയം അതിനോടൊപ്പം ഉണ്ടാവണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും ചില ആയത്തുകൾ വീണ്ടും വീണ്ടും ഓതാറുണ്ടായിരുന്നു എന്നതാണ്. ചില ഹദീസുകളിലൊക്കെ പറയുന്നുണ്ട്. അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ പറയുന്നുണ്ട്, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ഇൻ തുഅദ്ദിബ്ഹും ഫഇന്നഹും ഇബാദുക് വഇൻ തഗ്ഫിർ ലഹും ഫഇന്നക അൻതൽ അസീസുൽ ഹകീം. ഈ ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നമസ്കാരത്തിൽ ഒരുപാട് തവണ ഇങ്ങനെ ആവർത്തിച്ച് ഓതിയതായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. കാരണം അതിൽ ചിന്തിച്ചുകൊണ്ട് ഓതുകയാണത്. വീണ്ടും വീണ്ടും ആ ചിന്തയെ മൂർച്ച കൂട്ടുകയാണ്. അതുപോലെ സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹം വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ എന്ന ആയത്ത് ഇങ്ങനെ ഒരുപാട് തവണ ഒരു രാത്രി നിന്ന് നിസ്കരിക്കുമ്പോൾ ആ നമസ്കാരം മുഴുവൻ അതേ ആയത്ത് ഓതിക്കൊണ്ടേയിരുന്നു എന്ന് പറയുന്നു. കാരണം അതിനെ മനസ്സിലേക്ക് ഉറപ്പിക്കുന്ന, അതിൽ തന്നെ ചിന്ത കേന്ദ്രീകരിച്ചുകൊണ്ട് ഓതുകയാണ്. പല പണ്ഡിതന്മാരും പല ആത്മജ്ഞാനികളും അവർ ചില സൂറത്തുകൾ തുടർച്ചയായ ദിവസങ്ങളിൽ അതുമാത്രം നമസ്കാരത്തിൽ ഓതി നമസ്കരിക്കാറുണ്ടായിരുന്നു എന്നാണ്. സൂറത്ത് ഹൂദിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഒരു പണ്ഡിതൻ അതും ഒരുപാട് ദിവസങ്ങളോളം ആ സൂറത്ത് മാത്രം നമസ്കാരങ്ങളിൽ ഓതുക. കാരണം അതിനെക്കുറിച്ച് തന്നെ ചിന്തകൾ മനസ്സിൽ ഉറക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ വചനങ്ങൾ ഓതുമ്പോൾ അത് നമ്മളുടെ മനസ്സിൻ്റെ ചിന്തയെ ഉണർത്തുന്ന, അതിൽ തന്നെ ചിന്തിക്കാനും ആലോചിക്കാനും കഴിയുന്നതാകണം എന്നുള്ളതാണ്.